ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ വീണ്ടും കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ആയിട്ട് തന്നെയാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു സ്പൂൺ അല്ലെങ്കിൽ സ്പാച്ചുല ഹോൾഡറാണ് കേട്ടോ. നമുക്ക് സ്പൂണും സ്പാച്ചുലാസൊക്കെ നല്ല നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഓരോ ഭാഗവും ഇതുപോലെ ഡിറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടല്ലോ ഹോളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ താഴേക്ക് അങ്ങ് ക്ലീൻ ചെയ്ത് പൊയ്ക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലിട്ട് വെക്കുന്ന സ്പൂണിലും കാര്യങ്ങളൊക്കെ വെള്ളം കുടിച്ചിരിക്കുന്നുള്ളത് ആ ഒരു പേടിയും വേണ്ട. അപ്പോൾ ഇതിന്റെ തന്നെ വൈറ്റ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ഈ ഒരു പ്രൊഡക്റ്റിന്റെ വൈറ്റ് ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. പിന്നെ ഇതിന്റെ തന്നെ ബ്രൗൺ കളറിലുള്ളതും മീഷോയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്, പക്ഷെ എങ്കിൽ കണ്ടാൽ സെറാമിക്കിന്റെ ലുക്കാണ്. എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു സ്പൂൺ ഹോൾഡർ ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ എല്ലാ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിലും ആ സ്പൂൺ ഹോൾഡർ കാണുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന്റെ അതേ സെയിം ക്വാളിറ്റി തന്നെ വരുന്ന ഒരു സ്പൂൺ ഹോൾഡറാണ് ഇതും. കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ് കേട്ടോ. ഡിസൈനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന്റെ പ്രൈസ് 140 രൂപയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു കട്ടിംഗ് ബോർഡാണ്. സ്റ്റീലിൻ്റെ തന്നെ കട്ടിംഗ് ബോർഡാണ്. ഇതിന് മുന്നേ ഞാൻ സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു ഭാഗം കുറച്ചൊരു എഡ്ജൊക്കെ കൊടുത്തിട്ടാണ്. പക്ഷെ ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കട്ടിംഗ് ബോർഡ് സ്റ്റീലാണ് വരുന്നത്. നമുക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ നല്ലത് ഈ ഒരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. വുഡൻ്റെത് അതുപോലെ ഫൈബറിൽ പ്ലാസ്റ്റിക്കിലൊക്കെ വരുന്ന കട്ടിംഗ് ബോർഡ് വാങ്ങിയാൽ നമുക്ക് കുറച്ച് യൂസ് ചെയ്യുമ്പോൾ അതങ്ങനെ എന്താ പറയുക മരമൊക്കെ വീണിട്ട് അവിടങ്ങളിലൊക്കെ അഴുക്ക് പിടിക്കാനുള്ള സാധ്യത ഉണ്ടോ. പക്ഷെ ഇത് സ്റ്റീലായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാനിതിന്റെ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കട്ടിംഗ് ബോർഡ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ സ്റ്റീലിൻ്റെത്. അപ്പൊ അത് ഇത്ര തന്നെ വലുപ്പമല്ല കേട്ടോ. ഇപ്പൊ ഇത് നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അഫോർഡബിൾ ആയ പ്രൈസിനാണ്. അതിന്റെ പ്രൈസ് 203 രൂപയായിരുന്നു. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു മിക്സറാണ്. അതായത് നമുക്ക് ചെറിയ ചെറിയ യൂസേജിനൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് നമുക്ക് സ്പൈസസ് പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നട്ട്സ്, അതല്ലെങ്കിൽ കോഫി പൗഡർ ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ, അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു മിക്സറാണിത്. അപ്പോൾ ഇത് ഇങ്ങനെയാണുള്ളത്. ഇതിന്റെ ലിഡ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു മിക്സർ ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഊരിയെടുക്കാനൊന്നും കഴിയില്ല. ഈ ഒരു രീതിയിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യമുള്ള ചെറിയ ചെറിയ യൂസേജിനൊക്കെ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ലിഡ് കണ്ടല്ലോ, നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ലിഡാണ് കേട്ടോ. പിന്നെ ചെറിയൊരു കേബിള്, ഒരുപാട് വലിപ്പമൊന്നുമില്ല. ചെറിയൊരു കേബിളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അടിപൊളിയാണ്. കാരണം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ ഓൺ ആക്കാതെ പ്ലഗ് ചെയ്തിട്ട് ഈ ഒരു സ്വിച്ച് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതിയിട്ട് അങ്ങനെയാണ് ഓൺ ആക്കുക. അപ്പൊ അങ്ങനെ. അപ്പൊ അതിന്റെ പ്രൈസ് വന്നിട്ട് 381 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ വേർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് കുറച്ച് പ്ലേറ്റുകളാണ്. മെലാമിൽ വരുന്ന കുറച്ച് പ്ലേറ്റ് ആണ്. സ്നാക്സ് പ്ലേറ്റ് ആയിട്ടും അതല്ലാണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്നതാണ്. ഒരുപാട് വലുപ്പമൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള 4 കളേഴ്സ് കേട്ടോ. അതാണ് എടുത്ത് പറയേണ്ടത്. ഇതുപോലുള്ള പ്ലേറ്റിലൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ദിവസം എന്തായാലും ഒരു അട്രാക്ഷൻ ഉണ്ടാവും കേട്ടോ ആ ഒരു പ്ലേറ്റിനോടും കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളും ഒന്ന് കഴിച്ചോട്ടെ ഇതുപോലെ പ്ലേറ്റ് ഒക്കെ കൊടുത്താൽ. അപ്പൊ ഈ 4 കളേഴ്സ് ആണ് കേട്ടോ. എന്താ പറയാ, ഒരു ഗ്രീൻ കളറ്, അതായത് ഒരു പേസ്റ്റൽ ഗ്രീനും എല്ലാം പേസ്റ്റൽ കളേഴ്സ് ആണ് കേട്ടോ. പിന്നെ ഒരു ലാവൻഡർ, പിന്നെ ഒരു ഓറഞ്ച്, പിന്നെ ഒരു ലെമൺ യെല്ലോന്റെ ഒക്കെ ഒരു കളറിൽ, ആ ഒരു ലെമൺ യെല്ലോ അല്ല എന്നാൽ ഒരു പേസ്റ്റൽ യെല്ലോ ആയിട്ട് വരുന്ന ഒരു കളർ, അങ്ങനെ ഇട്ട 4 കളറിലാണ് വരുന്നത്. അപ്പൊ ഇത് 4 എണ്ണത്തിനും കൂടിയുള്ള പ്രൈസ് 182 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ എക്സ്ട്രാ വർത്താണ്. കാരണം ആ ഒരു പ്രൈസിന് നമുക്ക് 4 പ്ലേറ്റ് അല്ലേ കിട്ടുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതൊരു ഹാങ്ങർ ആണ്. അപ്പം ഇതെങ്ങനെ ഹാങ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ചുമരിൽ ഫിക്സ് ചെയ്യാനും കാര്യങ്ങളും അങ്ങനെ ഒന്നും പറ്റൂല കേട്ടോ. പിന്നെ എന്തിനാ യൂസേജ് എന്ന് ചോദിച്ചാൽ നമുക്ക് വാർഡ്രോബിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ, അതെല്ലാം ഉണ്ടെങ്കിൽ ഡോർ ഉണ്ടാവില്ലേ, ഡോറിന്റെ പുറകുവശത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു ഹാങ്ങറാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഹാങ്ങറും കൂടിയാണ് കേട്ടോ. വെറുതെ പറയില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് 121 രൂപയാണ് കേട്ടോ. ആ പ്രൈസിന് എക്സ്ട്രാ വർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. ഒരേ ടൈമിൽ നമുക്ക് എത്ര 10
8 ഹാങ്ങറാണ് കേട്ടോ അതിലുള്ളത്. അപ്പം 8 ഐറ്റംസ് നമുക്ക് ഹാങ് ചെയ്ത്, പിന്നെ നല്ല തിക്കായിട്ടുള്ളതാണ്, പെട്ടെന്ന് ഒടിഞ്ഞു പോവുകയും സംഗതി ഒന്നും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. എല്ലാ പ്രൊഡക്ട്സിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പൊ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയി വരുന്നത് വരയ്ക്കും. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.